കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതെന്താ പൂവും ലഡുവൊക്കെ ആയിട്ട്? ആ ടെൻഷനിടയിൽ പറയാൻ മറന്നു പ്രീതി. ഞാൻ സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായി. അതിന്റെയാ. ആണോ? അപ്പോ ഭാവിയിലെ കളക്ടറും ഭർത്താവും മധുരം നുണയാണ്. ഇതെന്താ? ശാലിനി വിഷ്ണു IAS. കൊള്ളാലോ. എന്റെ പേര് നീലടു വെച്ച. പ്രീതി, എന്തിനാണാവോ കൂടിയാലോചന യോഗം? അമ്മേ, മോള് വന്നിരിക്കെ. നീ ഇരിക്കടാ. ശാലിനി, നീയും ഇരിക്കേ. ഇവിടെ വന്നിരിക്കും മോളെ. നീ ഇരിക്കേ. അവക്കും കസേരയായി. നാളത്തെ സീമന്തത്തിനുള്ള കാര്യങ്ങൾ ആലോചിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. അലങ്കാരങ്ങളും മറ്റും വിട്. അതിഥികൾക്കുള്ള ഭക്ഷണം അത് ദാസിന് പരിചയമുള്ള കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അപ്പൊ അവിടെ. അമ്മേ, എനിക്കൊരാഗ്രഹം. എനിക്ക് ശാരദമ്മയുടെ കുടുംബശ്രീയിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച കൊള്ളാവുന്നുണ്ട്. ഓ, ഒടുക്കത്തെ ആഗ്രഹമായി പോയല്ലോടി. അതിനെന്താ, നിന്റെ പേരല്ലേ സീമന്തം. ഗർഭിണികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നാ, പ്രത്യേകിച്ചും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അല്ലേ ഭാമേ? നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. വിളിച്ച വരില്ലേ ശാരദാമ്മ? വരും, ഞാൻ വിളിക്കാൻ സത്യമ്മേ. അവർക്ക് വേറെന്താ പണി? പ്രീതിയുടെ ആഗ്രഹം കൊണ്ട് മാത്രം പാചകത്തിന് ശാരദാമ്മയെ വിളിക്കുന്നേ ഉള്ളൂ. അടിപൊളി. ഭാമാന്റെ വീണ്ടും ഫോമിലായി. ശാരദാമ്മ വരേണ്ടത് അതിഥിയായിട്ടാ. പാചകം ചെയ്യേണ്ടത് വീട്ടുകാരിയായി, എന്റെ സ്ഥാനത്ത് നിന്ന്. ഇത് പട്ടിയുടെ വാല് കുഴലിലിട്ട കാര്യം പറഞ്ഞ പോലെ ആയല്ലോ. ഞാൻ പ്രത്യേകം ക്ഷണിച്ചു എന്ന് പറയണം ശാരദാമ്മയോട്. സുസ്മിതേ, നിനക്കെന്ത് പറ്റി? ചെറിയൊരു തലവേദന.
ആ തലവേന ഒഴിയില്ലല്ലോ. എന്താ മോളെ, ഡോക്ടറെ കാണണോ? വേണ്ട ആന്റി, ഒന്ന് കിടന്നാ മാറിക്കോളൂ. അപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ പ്രീതിയുടെ ഇഷ്ടം പോലെ ഭക്ഷണത്തിന്റെ ചുമതല ശാരദ അമ്മയ്ക്ക്. എല്ലാവരും നന്നായി സന്തോഷിച്ചോ. ഈ ഒരു രാത്രി കൂടി മാത്രം. പിന്നെ ആ സന്തോഷം ബലൂൺ പോലെ പൊട്ടും. നോക്കിക്കോ. വെയിലൊക്കെ കായുമ്പോ സുഖം തോന്നുന്നുണ്ടോ സാറേ? ആ, അടച്ചുമൂടി അകത്ത് തന്നെ കിടപ്പായിരുന്നല്ലോ കുറച്ചു ദിവസം. ഇനി അകത്തേക്ക് ഇരിക്കാം സാറേ. പൊടിയരിക്കഞ്ഞിയും അച്ചാറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ട് വേണം മരുന്നെടുക്കാൻ. കുറച്ച് കഴിയട്ടെ, ഇപ്പൊ ഇങ്ങോട്ട് വന്നിരുന്നല്ലേ ഉള്ളൂ. കുറുപ്പ് സാറേ, ആ, ശാരദയും ശ്യാമയോ കയറി വരൂ. നീ ആ കസേരയും കൊണ്ട് നീക്കിട്ടോട്. അയ്യോ വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അത് കൊടുക്കുമോളെ. ഇതാ. വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? അറിഞ്ഞു. പനി പകർന്നൂന്നിരിക്കും ശാരദാമ്മേ. ഓ, അങ്ങനെയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ സാറേ? ചെറിയൊരു പനി വന്നതാ. ഒരു ചുക്ക് കാപ്പിയിട്ട് കുടിച്ചാ മാറുമെന്ന് കരുതി കാര്യാക്കിയില്ല. 3 അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. ന്യൂമോണിയയായി. അയ്യോ. വെന്റിലേറ്ററും ICU അടക്കം മരണത്തെ മുഖാമുഖം കണ്ടു. ഇപ്പോഴും സംസാരിക്കുമ്പോഴേ ശ്വാസതടസ്സം ഉണ്ട്. ആൾക്കാര് പറഞ്ഞറിഞ്ഞു. ചന്ദ്രമതിക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ? ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. മോളിന്ന് വിളി വന്ന ആര് കൂടെ ഉണ്ടായാലും പോയല്ലേ പറ്റൂ. അങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയല്ല സാറേ. അങ്ങനെ എളുപ്പമൊന്നും പോവില്ല ശാരദാമ്മേ. സ്വന്തം മക്കളെയോ ദൈവം തന്നില്ല. പക്ഷേ അക്ഷരം പറഞ്ഞു കൊടുത്ത ആയിരക്കണക്കിന് കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന കൂടെയുണ്ട്. അല്ലേ മോളെ? അതിലൊരാള് പരീക്ഷ എഴുതി ജയിച്ച കാര്യം പറയാനാ ഞാൻ വന്നത്. ഞാൻ അറിഞ്ഞു. ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാം ജയിച്ച കാര്യമല്ലേ? മിടുക്കിയ അവള്. ഇന്റർവ്യൂവും ഈസിയായി പാസ്സാവും. അവള് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ പോകുന്ന കണ്ടിട്ടേ കുറുപ്പ് സാർ ഇവിടുന്ന് പോകൂ ശാരദാമ്മേ. സാർ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഒരു വഴി കാണിച്ചത് കൊണ്ടാ അവൾ ഇത്രയൊക്കെ എത്തിയത്. അങ്ങനെയൊന്നുമില്ല ശാരദാമ്മേ. അത് അവളുടെ തന്നെ കഴിവും സാമർഥ്യവും. തലവരെയുണ്ടെങ്കിൽ ഞാനല്ലെങ്കിൽ മറ്റൊരാളുണ്ടാകും വഴികാട്ടാനായിട്ട്. ശാലിനി വന്നിരുന്നു അത് കഴിഞ്ഞ്? ഇല്ല സാർ, അവളിവിടത്തെ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ സാറിനെ കാണാൻ ഓടിയെത്തില്ലേ അവള്. ഇന്ന് ഞങ്ങളിപ്പോ ശാലിനിയുടെ വീട്ടിലേക്ക് പോവുക. വിഷ്ണുമോന്റെ അനിയത്തി പ്രീതിയുടെ സീമന്തം നടക്കുക. അവിടത്തെ പാചകമൊക്കെ ഞങ്ങള് കുടുംബശ്രീയുടെ വകയാ. ഓഹോ. ചന്ദ്രമതി, ആ അലമാരിയിലിരിക്കുന്ന പേന ഇങ്ങോട്ട് എടുത്തോണ്ട് വരൂ. മികച്ച അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ അവാർഡിന്റെ കൂടെ എനിക്ക് കിട്ടിയ പേനയാ അത്. 10-40 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട സ്വത്ത്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ശാലിനി ഇതിൽ നോട്ടമിട്ടതാ. അപ്പൊ ഞാൻ അവളോട് പറയും, നീ സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായിട്ട് വാ, അപ്പൊ നോക്കാന്ന്. ഇപ്പോ അവള് ജയിച്ചില്ലേ? ആ കൂട്ടത്തില് എന്നെയും ജയിപ്പിച്ചു. ആ
ആരോടും അഭിമാനത്തോടുകൂടി പറയാലോ എനിക്ക് ശാലിനി IAS എന്റെ സ്റ്റുഡന്റ് ആണെന്ന്. ഇത് അവക്ക് കൊടുക്കണം എന്റെ സമ്മാനമായിട്ട്. ശ്യാമേ, ചേച്ചിയെ പോലെ നന്നായി പഠിക്കണം നീയും. നാടിനും വീടിനും എല്ലാം SS ആയിട്ട് മാറണം. അതിനുള്ള ബുദ്ധിയും ബോധവും കഴിവുമെല്ലാം നിനക്കുണ്ട്. നന്നായി വരും എന്റെ കുട്ടി. ചായ. പിള്ളച്ചേട്ടാ, ഒരുക്കങ്ങളൊക്കെ കഴിയാറായില്ലേ? ഹാളിന്റെ ഒരു ഭാഗം കൂടെ ഒരുക്കാനുണ്ട് സാർ. ആ, പിള്ളച്ചേട്ടൊന്ന് പെട്ടെന്നാവട്ടെ, അതിഥികളൊക്കെ എത്താറായി. ഇനി കുറച്ചേ ഉള്ളൂ. പൊന്നി, നീ കൂടെ ഒന്ന് സഹായിക്കണേ. അടുക്കളയിൽ ഒരു 100 കൂട്ടം ജോലി കിടപ്പുണ്ട് പിള്ളച്ചേട്ടാ. ഓ, ശാലിനി കുഞ്ഞൂടെ ഉള്ളപ്പോഴാ നീ അടുക്കള ജോലിയുടെ കാര്യവും പറഞ്ഞ് തടി തപ്പുന്നേ. നിനക്കവിടെ ഒരു പണിയും ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. രണ്ടാളും തമ്മിൽ വഴക്കിടണ്ട. അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആള് വരുന്നുണ്ട്. ശാരദാമ്മയെ കണ്ടില്ലല്ലോ ഇതുവരെ. അമ്മ വരാന്ന് പറഞ്ഞിട്ട് എവിടെ? അത് അമ്മ ഇപ്പൊ വരും. വിഷ്ണു, ആ പൈസയും കൊടുത്തേക്ക്. ശാരദ കൊടുക്കണ്ട, ഞാൻ കൊടുത്തു. അയ്യോ, അത് വേണ്ടായിരുന്നു മോനെ. അല്ല ബാക്കിയുണ്ട്. ബാക്കി ചേട്ടൻ വെച്ചു. ശാരദ, ശാരദാമ്മ അത് വേണ്ടാന്ന് പറഞ്ഞ്. നിങ്ങളുടെ മോന്റെ സ്ഥാനത്തല്ലേ വിഷ്ണു? ശ്യാമ വാ. മോളെ, അമ്മേ, ശ്യാമേ, നമസ്കാരം. 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 വരണം. അല്ല, മോൾക്കൊന്നും ക്ലാസ്സിലായിരുന്നോ? എക്സാം കഴിഞ്ഞെങ്കിലേ ഇപ്പൊ അവധിയാ. അങ്കിൾ എന്നും അവധിയാ, അതുകൊണ്ട് ഇതൊന്നും ഓർമ്മയില്ല. ഞാൻ വൈകിയോ സത്യമേ? ഏയ്, അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടല്ല. ശാരദാമ്മ ഉണ്ടാക്കിയ ആഹാരം കഴിക്കണമെന്ന് ദേ ഇവൾക്കൊരു കൊതി. നിറവയറുമായിരിക്കുന്ന കുട്ടിയല്ലേ, അല്ലെങ്കിൽ തന്നെ ശാരദാമ്മയെ ക്ഷണിക്കുമായിരുന്നു. ഞങ്ങളുടെ ബന്ധുവല്ലേ ശാരദാമ്മ. പാചകക്കാരിയായിട്ടല്ല, അതിഥിയായിട്ടാ ശാരദാമ്മ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലായിരുന്നു ഇവള്? പറഞ്ഞിരുന്നു സത്യമേ. ഒരിടത്ത് ചെന്നാ വെറുതെ ഇരിക്കാൻ കഴിയില്ല, അടുക്കളയിൽ കയറി പോവും. അതുമാത്രമല്ല എനിക്കറിയാവുന്ന ജോലി. ശീലം തെറ്റിക്കുന്നൊന്നുള്ള മുഷുവൊന്നും വേണ്ട. ശാരദാമ്മയുടെ സ്പെഷ്യൽ ഭക്ഷണം കഴിച്ച പ്രീതിയുടെ മാത്രമല്ല, ഞങ്ങളുടെ മനസ്സും വയറും ഒക്കെ നിറയും. ഇതെന്താ കയ്യില്? വയറ് കാണാൻ വെറുതെ വരാൻ പറ്റുമോ? എത്ര മാസമായോ അത്ര കൂട്ടം പലഹാരങ്ങളെന്നാ കണക്ക്.
അത് കണക്കാക്കി കുടുംബശ്രീയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളാ. ആചാരപ്രകാരം അത് പെൺവീട്ടുകാര് ചെയ്യേണ്ടതല്ലേ ശാരദാമ്മേ? പെൺവീട്ടുകാര് ചെയ്തു എന്ന് തന്നെ കൂട്ടിക്കോ. സത്യാമ്മയ്ക്ക് പകരം ഞാൻ ചെയ്തു. വിഷ്ണു മോനാണെങ്കില് പ്രീതി എനിക്ക് മോള് തന്നെയാ. ആഹാ, ഉരുളയ്ക്ക് ഉപ്പേരി. സ്നേഹത്തിന്റെ കാര്യത്തിൽ ശാരദാമ്മയെ ജയിക്കാൻ നീ ഇത്തിരി ബുദ്ധിമുട്ടും ഭാമേ. ശരി, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ദേ, ശാരദാമ്മ തന്നെ പലഹാരങ്ങളൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കണം. അകത്തേക്ക് വാ. മടി നീ ചെല്ല്. പ്രീതി വരുന്നില്ലേ? അല്ല, ഞാൻ ആള് വരുന്നത് നോക്കി നിക്കല്ലേ? ഒന്ന് പോശാലിനി. ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. അമ്മ എന്ത് കലാപരിപാടിയാ നടത്താൻ പോകുന്നതെന്ന് നോക്കട്ടെ. വന്നല്ലോ. വസുമതി ഇല്ലല്ലോ. മോളെ പതുക്കെ. പ്രീതി, അർജുനേട്ടാ, അർജുനേട്ടാ. വിഷ്ണു അച്ഛാ, വാ മോനെ വാ. അല്ല, നിന്റെ അമ്മ വന്നില്ലേ? വരുമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് എവിടെയോ അർജന്റായിട്ട് പോകാനത്ര. ആ മോളെ, അർജുനെ അകത്ത് കൂട്ടിക്കൊണ്ടുപോയി കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. അർജുനേട്ടാ. പറഞ്ഞതുപോലെ ഇവനെ വസുമതി ആന്റി വിട്ടോ? അർജുനേട്ടാ, ഞാൻ ഇപ്പൊ വരാം. നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? എന്തൊക്കെ പരിപാടികൾ അകത്ത് കിടക്കുന്നത്? അയ്യോ, അത് ശരി. ഞാൻ പെട്ടെന്ന് ടെൻഷനായിട്ട്. രാവിലെ തന്നെ ഒരുക്കിക്കിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്ത് പണിയാണോ ഒപ്പിക്കാൻ പോണത്? അത് നിങ്ങൾ കണ്ടോ? ഇതാണ് ഏത്തപ്പഴം കാളൻ. ഏത്തപ്പഴം കാളനോ? അങ്ങനെ ഒരു വിഭവം ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അതെ, പാചകം ചെയ്യുന്നവരെ ഇങ്ങനെ ഒരു 100 പൊടിക്കൈ അറിഞ്ഞിരിക്കണം. ഓരോരുത്തരുടെയും രുചി അനുസരിച്ച് നിൽക്കാൻ. ആഹാ, അമ്മ പണി തുടങ്ങിയ? വേണ്ടതെല്ലാം പാചകം ചെയ്തുകൊണ്ട് തന്നെയാ വന്നത്. ഏതായാലും ഇവിടെ വന്നപ്പോ ഇവിടത്തെ സാധനങ്ങൾ വെച്ചൊരു കൈ നോക്കാന്ന് കരുതി. ഈ അമ്മയ്ക്കിത് എന്താ? പാചകക്കാരി മാത്രമല്ല, ഇവിടുത്തെ ബന്ധു കൂടിയ അമ്മ. സത്യഭാമയുടെ മകൻ, വിഷ്ണുവിന്റെ ഭാര്യയുടെ അമ്മ. ഓ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഒരു വീട്ടിൽ കയറി ചെന്നാലേ കാലുമേ കാലും കയറ്റി വെച്ച് വർത്താനം പറഞ്ഞിട്ട് വിരുന്നുണ്ണാൻ അമ്മ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാ മോളെ.
ഇനിയിപ്പോ നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. ഈ അമ്മയുടെ ഒരു കാര്യം എന്നല്ലേ? അമ്മയുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി മോളെ. ഇനി അതൊട്ട് മാറാനും പോകുന്നില്ല. അതെ, എങ്ങനെയുണ്ട് നോക്കിയേ. സൂപ്പർ. അമ്മേ, മറ്റേ കാര്യം ആ ഇങ്ങ എടുത്തേ. എന്താ? എടുത്തു അടി. ഇതാ. ആ